വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOSൽ 10ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ള ഒരു വിഷയമാണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസ് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് ആൻഷ്യന്റ് വേൾഡ് അല്ലെങ്കിൽ അതിപുരാതന ലോകം എന്നുള്ള ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ലോഹങ്ങളുടെ കണ്ടുപിടുത്തവും ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം പോലെയുള്ള വസ്തുക്കളുടെ കണ്ടുപിടുത്തങ്ങളാണ്. നമുക്കറിയാം, നമ്മൾ ചന്തയിലോ റെയിൽവേ സ്റ്റേഷനിലോ വീടിനുള്ളിലോ മറ്റ് എവിടെയായിരുന്നാലും ചുറ്റുമൊന്ന് കണ്ണോടിച്ച് നോക്കുക. അപ്പോൾ ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള നിരവധി വസ്തുക്കൾ നമ്മൾക്ക് കാണാൻ കഴിയും. അവ ചെമ്പോ ഇരുമ്പോ വെങ്കലമോ അല്ലെങ്കിൽ സ്റ്റീൽ തുടങ്ങിയ ലോഹങ്ങളോ ആയിരിക്കും. സ്റ്റീൽ എന്ന് പറയുന്നത് ഇരുമ്പിന്റെ സംസ്കരിച്ച ഒരു രൂപമാണെന്ന് മനസ്സിലാക്കുക. ലോഹങ്ങളുടെ കണ്ടുപിടുത്തം അഗാധവും നാടകീയവുമായ വ്യതിയാനങ്ങൾ മാനവ ജീവിതത്തിൽ വരുത്തുകയുണ്ടായി. ശിലായുഗത്തിൽ മനുഷ്യൻ എല്ല്, കല്ല്, തടി എന്നിവ കൊണ്ട് ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിക്കുവാൻ പഠിച്ചു എന്ന കാര്യം നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മൃഗങ്ങളെ വേട്ടയാടി ഭക്ഷണം ശേഖരിച്ച് അവർ ഗുഹകളിൽ താമസിക്കുകയും ചെയ്തു. അങ്ങനെ ജീവിതം ആരംഭിക്കുകയാണ്. ശിലായുഗത്തെ പിന്തുടർന്ന് ലോഹയുഗം, വെങ്കലയുഗം, ഇരുമ്പ് യുഗം എന്നീ യുഗങ്ങൾ രൂപം കൊള്ളുകയാണ്. അവിടെ നിന്ന് ലോഹങ്ങളുടെ കണ്ടുപിടുത്തത്തിന്റെ മാനവ സംസ്കാരത്തിന് ഉന്നതമായ പരിണാമമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള ആൻഷ്യന്റ് വേൾഡ് എന്നുള്ള അധ്യായത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വെങ്കല ലോഹ കാലഘട്ടത്തെ കുറിച്ചാണ്. ആ ഒരു വെങ്കല ലോഹ കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പോൾ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ചും ഈജിപ്ഷ്യൻ സംസ്കാരത്തെക്കുറിച്ചും ചൈനീസ് സംസ്കാരത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ നഗരാസൂത്രണവും സാമൂഹികവും സമ്പദ്ഘടനവും മതപരവുമായിട്ടുള്ള സാംസ്കാരികതയും സാങ്കേതിക വൈദഗ്ധ്യത്തെക്കുറിച്ചൊക്കെയും അതുപോലെ തന്നെ അവസാനമായിട്ട് ഇന്ത്യ സിന്ധു നദീതട സംസ്കാരത്തിന്റെ പതനത്തെക്കുറിച്ചും വിശദീകരിച്ച് പറയുന്നുണ്ട്. മൂന്നാമതായിട്ട് ഇരുമ്പ് യുഗ സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇരുമ്പ് യുഗ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ചും റോമൻ സംസ്കാരത്തെക്കുറിച്ചും പേർഷ്യൻ സംസ്കാരത്തെക്കുറിച്ചും വിശദീകരിച്ച് പറയുന്നുണ്ട്. അതിൽ തന്നെ അവസാനമായിട്ട് വിവിധ ഇനം കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളൊക്കെ മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ ഋഗ്വേദവും സാമവേദവും എന്നിവ വിശദീകരിച്ച് പറയുന്നതോടൊപ്പം വേദ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ മൗര്യ കാലഘട്ടവും ഗുപ്ത കാലഘട്ടവും പറയുന്നുണ്ട്. ഇത്രയും വളരെ എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റിയ വിഷയമാണ് നമ്മളുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഇനി അതിപുരാതന ലോകം എന്നുള്ള ഈ ഒരു അധ്യായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശിലായുഗത്തിൽ നിന്ന് വെങ്കല യുഗ കാലഘട്ടം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ശിലായുഗത്തിൽ നിന്ന് വെങ്കല ലോഹ കാലഘട്ടം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇരുമ്പിന്റെ കണ്ടുപിടുത്തം ആളുകളുടെ ജീവിതത്തിൽ വരുത്തിയ മൗലികമായ മാറ്റങ്ങൾ എന്തെല്ലാം? ഇരുമ്പിന്റെ കണ്ടുപിടുത്തം ജനങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മൗലികമായിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാന കാരണം പ്രകൃതി ദുരന്തങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയ ഹാരപ്പൻ കാലഘട്ടത്തിലെ ആളുകൾക്ക് കടൽ കടന്നുള്ള വാണിജ്യ ബന്ധം ഉണ്ടായിരുന്നു. ഇതൊക്കെ ചിലപ്പം എന്തായിരിക്കാം, ഫില്ല് ചെയ്യാനായിരിക്കാം. കുറച്ച് ഭാഗങ്ങൾ വിട്ടുപോയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനായിരിക്കാം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്നായിരുന്നു. അപ്പം ഇത് നമ്മൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. കൂടുതൽ എല്ലാ എക്സാമുകളിലും ആവർത്തിച്ച് വരാറുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇനി കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.